ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൈ എവിടെ ഒട്ടിപ്പിടിക്കാണ്ട് നോക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? ഒരു നാടൻ ചിക്കൻ കറി. നാടൻ കോഴി ചിക്കൻ, അതാണ് നാടൻ കോഴിക്കറി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ചെറിയുള്ളി, ചെറിയുള്ളി ഒരു 8 എണ്ണം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോള, ഒരു 3 പച്ചമുളക്, ഒരു വലിയ തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതായത് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, 1 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണല്ല, ഇത്. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചതാണ്, മുളക് പൊടി വറുത്ത് പൊടിച്ചതാണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, മുളക് പൊടി 1.25 സ്പൂൺ, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ വറുത്തരച്ച നാളികേരം, അതായത് പെരിഞ്ജീരകം, നാളികേരം കൂടി അരച്ചതാണ്, വേറെ ഒന്നുമില്ല, വേറൊന്നും വേണ്ട. പിന്നെ ഉപ്പ്, മഞ്ഞള്, ഇതൊക്കെ തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങണമല്ലോ. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒഴിക്കും കേട്ടോ. ഇത് കുറച്ച് എണ്ണ മതി ഇപ്പോ, പിന്നെ നമ്മൾ എണ്ണ ഉപയോഗിക്കണം. അതുകൊണ്ട് ഇതിനൊരു 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ആണോ? ഇതൊരു പ്രത്യേക, ഇത് അങ്ങനെയാണ് ഇതിന്റെ വെപ്പ്. പിന്നെ നമ്മൾ പിന്നെ മസാല ഒക്കെ ഇടുമല്ലോ, ആ സമയത്ത് ഇത്രയും കൂടി എണ്ണ നമുക്ക് പിന്നെ ഇടാം അല്ലേ? ഇത് നിങ്ങൾ ഇട്ടതിന് ശേഷം എണ്ണയിലേക്ക് ഇത്തിരി എണ്ണ ഇടാം, അത് പോരാ, ഇതൊക്കെ മൂക്കണ്ടേ. അപ്പൊ നമ്മൾ താളിക്കുമല്ലോ, അപ്പൊ എത്ര ടീസ്പൂണായി? താളിക്കുമ്പോ 1 സ്പൂണ്, ഇപ്പൊ 1 സ്പൂണ്. എന്നിട്ട് അതിലേക്ക് കുറച്ചു നേരം നോക്കിക്കൊണ്ടൊന്നും ഇരിക്കണ്ട, അത് ചൂടാവണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഉള്ളത് ഇട്ടുകൊടുത്തില്ലേ? ഇട്ടുകൊടുത്തു. നീ കണ്ടുപഠിച്ചോട്ടോ, ഇതൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റും, മനസ്സിലായി? അപ്പോ കുട്ടി തീർക്കുകയാണ്, മുഖത്ത് തെറിച്ചൊന്നും പറയരുത്. അപ്പോൾ ഈ സവോള ഒന്നും പിന്നെ നമ്മൾ ഈ ചതച്ച ഒരു 3 അല്ലി വെളുത്തുള്ളി, പറഞ്ഞു വിളിക്കും. ഇത്ര അല്ലി? 3 അല്ലിയോ? 3 അല്ലി വെളുത്തുള്ളി ചതച്ചു. 4 അല്ലി ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതവർക്ക് ചിക്കനൊക്കെ എത്ര അതിനനുസരിച്ചൊക്കെ ആവാം. ഇതിപ്പോ എത്രയുണ്ട്? 3/4 കിലോ അല്ലേ ഉള്ളൂ? അല്ല, ചിക്കൻ 2 കിലോ, അത് എത്ര ഉണ്ടാവും നമുക്ക് എങ്ങനെ അറിയും? അതിന് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. 3/4 കിലോ എടുത്തിട്ടുള്ളൂ. 2 കിലോ പറഞ്ഞാൽ അത് 3/4 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ, നാടനല്ലേ. എത്ര ഉണ്ടാവുള്ളൂ? ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണമല്ലോ ഇടയ്ക്കൊക്കെ, കുറച്ച് ഞാൻ മതി കേട്ടോ. ശരിക്കും ഈ നിങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പത്തിൽ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പല ടൈപ്പ് കോഴികളൊക്കെ വന്നു തുടങ്ങി, ചിക്കനൊക്കെ വന്നു തുടങ്ങി. പക്ഷെ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ നാടൻ കോഴി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അങ്ങനെ നാടൻ കോഴി മാത്രം ചെറുപ്പത്തിൽ, അതാ പറയണ, നാടൻ കോഴിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് കാലത്തൊക്കെ ഒരു വിരുന്നുകാർ വരികയാണെങ്കിൽ തലേ ദിവസം വിളിച്ചു വരണം ഈ കോഴിയൊക്കെ കഴിക്കണമെങ്കിൽ. അല്ലെങ്കിൽ എന്താ പറയുക, ഈ കോഴി കൂട്ടുകയറട്ടെ, കൂട്ടുകയറട്ടെ. അല്ല നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മാത്രമല്ല, എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വിരുന്ന് വരില്ലേ നിങ്ങളുടെ തറവാട്ടിലേക്ക്, അപ്പൊ ഇവിടെ ബോയിലർ കോഴിയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ. അപ്പൊ അതിങ്ങനെ അത് കൂട്ടുകയറി ആയി, ഇല്ലെങ്കിൽ ഇല്ല. നാടൻ ചിക്കൻ കുറച്ച് വേവൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിൽ ചുറ്റെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങണം. നമ്മളിതിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. ഇത് വറുത്തരച്ച ചിക്കനാണോ? അതായത് മല്ലിമുളകൊക്കെ നമ്മൾ വറുത്തരച്ചതാണ്. നാടൻ കോഴിക്ക് എപ്പോഴും വറുത്തരച്ചത് തന്നെയാണ് നല്ലത്. അപ്പോൾ മഞ്ഞളിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. എന്നിട്ട് നമ്മളിത് ഒന്ന് വെറുതെ അരച്ച് വെക്കും. എന്താ പറയുക, ഇതിൻ്റെ ഈ ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി
ആ വെള്ളം വറ്റിയതിന് ശേഷമേ നമ്മൾ ചിക്കൻ ഇടാവൂ. ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്മേൻ്റെ അടുത്തത്. നീയോ എപ്പോ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നീ പറഞ്ഞു തരാറുണ്ട് എനിക്ക്. ഉണ്ടമ്മ, ഞാൻ പറഞ്ഞു. നീയാണ് എന്റെ ഗുരു. ഇതിന്റെ വെള്ളമൊക്കെ ഞാൻ ഇറങ്ങണം. അപ്പൊ ഇത് ഒന്ന് വെറുതെ അങ്ങനെ അടച്ചു വെക്കാം. അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ആ വെള്ളം വറ്റണം. അത് ശരി. അതുവരെ നമ്മള് വറ്റണം. അതുവരെ നമുക്ക് ഇങ്ങനെ വറ്റണം എന്ന് പറഞ്ഞാൽ അതിപ്പോ ആവും. ഇപ്പൊ വറ്റും, പെട്ടെന്ന് വറ്റും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് കാലത്തൊക്കെ ഒരു വീട്ടിലേക്ക് പോകണമെങ്കിൽ വിളിച്ചു പോണ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയൊക്കെ അറിയിക്കണം വരുന്നുണ്ട് എന്ന് ലെറ്ററിലൂടെയൊക്കെ അറിയിക്കും. അങ്ങനെയൊക്കെ വരുന്നുണ്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ആ വഴിക്ക് പോകണമെങ്കിൽ അവരോടൊന്ന് പറയും ഇന്ന ദിവസം ഞാൻ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ നോൺ വെജൊക്കെ തരുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് ഈ അല്ല കോഴിയാണല്ലോ മിക്കവാറും, അല്ലാണ്ട് ആടിനൊന്നും 1-2 പേരെ പോയാൽ ഇറക്കില്ലല്ലോ. അപ്പോൾ ഈ കോഴി കഴിക്കാൻ വേണ്ടി പോകണമെങ്കിൽ തലേദിവസം പറയണം. അപ്പോൾ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടാവും, കൂട്ടും തന്നെ പിടിച്ച് അവർ വരുമോയെന്ന് അറിഞ്ഞ് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഇറക്കുള്ളൂ. ഭയങ്കരമായിട്ട് അന്നത്തെ കാലമൊക്കെ അതിനോട് വെറുതെ അറുത്ത് കറിയൊന്നും വെച്ച് വെക്കില്ല. ഇനി അഥവാ വിളിക്കാണ്ട് പോയാ അപ്പൊ വീട്ടിലുള്ള ചെറിയ പിള്ളേരോട് പറയും, എടാ മോനെ ആ കോഴി എവിടെയെങ്കിലും പറമ്പരണ്ട നോക്കൊന്ന് പിടിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ആ പിള്ളേർ പോയി ഓടി പെടഞ്ഞ് ചാടി വീണ് കിട്ടിയെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് പോവാ. അല്ലെങ്കിൽ എന്ത് അറിയോ, എന്താ ചെയ്യാ, നിങ്ങൾ പറയാണ്ട് വന്നതുകൊണ്ട് കോഴിയെ പിടിക്കാൻ കിട്ടിയില്ല. അതല്ലേ പറഞ്ഞിട്ട് വരണം. ഞാൻ കേട്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ പോയിട്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പം അവരുള്ളത് കൊണ്ട് കയ്പ്പയ്ക്കോ പയറോ മോരോ അതിനൊക്കെ കൂട്ടിയിട്ട് പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് തരും. എന്നിട്ട് ചോറ് ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും, എന്നാലും എൻ്റെ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് വരണ്ടേ, എന്നാ കോഴിയെ ഞാൻ അടിച്ചു കൊന്നേനെ. ഇത് പൈന് പിടിക്കാൻ പറ്റും. അത് എവിടെയാ പോയിരിക്കണ്? അതിപ്പോൾ എവിടെയാ പോയിരിക്കണ്? കണ്ടോ, ഒരെണ്ണം മരത്തിൻ്റെ മുകളിലാണ്. അമ്മ ആലോചിച്ച് നോക്കുക, അമ്മച്ചിക്ക് മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? അല്ല, കോഴി കയറുമ്പോൾ അമ്മച്ചിക്ക് കയറാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? ഇനി അത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എന്താവും, അവർ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ തിന്നിട്ട് പോവായിരുന്നു. പക്ഷെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും, എന്നാലും എൻ്റെ മക്കളെ പറഞ്ഞിട്ട് വരായിരുന്നില്ല, കോഴിയെങ്കിലും ഒന്ന് പിടിക്കുക. എന്നാൽ ലാസ്റ്റ് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര വിഷമായി. അതെന്താ, വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്കല്ല മക്കളെ, ഞങ്ങൾക്ക്. കാരണം ഒരു കോഴീനെ എങ്ങനെ അറുത്ത് തന്നില്ലല്ലോ, ഈ കോഴിയാണ് അന്നത്തെ പ്രാധാന്യം. അപ്പോൾ ഇത് അറുത്ത് തരാത്തത് കൊണ്ട് ഈ പറയണ ആൾക്ക് അതിനേക്കാളും വിഷമാണ് എനിക്കുണ്ടാവേണ്ടത്. കാരണം എന്താ അറിയോ, തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്തിനാ ഈ കുത്തി പറയണത്? നമ്മുടെ ചില ബന്ധു വീടുകളിൽ ഗ്രാമങ്ങളിലൊക്കെ, എവിടെയാണത്, തെക്കേപ്പറ്റ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അവിടെയൊക്കെ പോകുമ്പോൾ പറയും, എന്നാലും എൻ്റെ മക്കളെ. അല്ല, അന്ന് ചിക്കൻ കടയില്ലല്ലോ. അല്ല, അന്ന് മൊബൈൽ ഫോണും ഇല്ലല്ലോ. മൊബൈൽ ഫോൺ. എന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം പറയും, എന്തിനാ അപ്പ പോണത്, ഇന്നത്തെ കൂടിയും കഴിഞ്ഞിട്ട് ആ കോഴീനെയും കൂടി തിന്നിട്ട് പോയാൽ മതി. കോഴീനെ തിന്നിട്ട് പോയാലാണ് അവർക്ക് തൃപ്തിയുള്ളൂ. അങ്ങനെയല്ല മാ, നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിലും ഈ അമ്പുണ്ടാക്കണല്ലേ ഞാൻ തിന്നണത്. അപ്പൊ വേറൊരു സ്ഥലത്ത് പോയി തിന്നണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വാട്ട് ഈസ് ദിസ് അമ്മ, എന്താ അങ്ങനെ പറയണത്? അമ്മ ആലോചിച്ച് നോക്ക് അമ്മ. പിന്നെ അല്ല, ഇന്നലെ ഈ അമ്മയല്ലേ, ഇന്നലെയാണോ അത് മിനിഞ്ഞാന്ന് കരയിപ്പിച്ചത്? എന്തൊരു വിഷമായി പോയെന്നറിയാം അമ്മയ്ക്ക്. ആൾക്കാരെ മുഴുവൻ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ അവരും കറിയാം, അവരുടെ ഓർമ്മകളിലേക്ക് അവർ തിരിച്ചു പോവുക. അമ്മ കഴിയുന്നത് പോസിറ്റീവിനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്തിനാ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണമ്മ? അതിലെവിടെയാണ് നെഗറ്റീവ്? നല്ല ഓർമ്മകളൊക്കെ തിരിച്ചു പോയിട്ട് 2 തുള്ളി തേങ്ങി കയറണതെല്ലാം നെഗറ്റീവ് തന്നെയാണ് എനിക്ക്. ഇതിപ്പോ വേവാറായോ? അങ്ങനെയാണല്ലേ ഇത് വേവുക, ഇതൊന്നും വേവില്ല പോകുന്നുണ്ട്. അപ്പൊ അതങ്ങനെയായോ? പിന്നെ മനുഷ്യ ഇങ്ങോട്ട് നോക്കൂ, ഒരമ്മ മനുഷ്യനല്ലേ? എന്നാ എന്നെ നോക്കാം ഞാൻ. അല്ലമ്മ, ഒരു സന്യാസി, നമ്മുടെ സ്ഥിരം സന്യാസിമാർ വരാനുണ്ടല്ലോ ഇടയ്ക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട്. അതേപോലെ ഒരു കഥയാണ് വിചാരിച്ചാൽ മതി. അപ്പോൾ അമ്മ ഇപ്പോൾ ഒരു ശിഷ്യയാണ്, ഞാനൊരു ഗുരുവാണെന്ന് വിചാരിക്കുക. ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അല്ലമ്മ കേൾക്കും അമ്മ. അമ്മ, നമ്മൾ ഈ ശബരിമലയ്ക്ക് മാല ഇടുമ്പോഴേ 5 വയസ്സായ കുട്ടിയുടെ കാല് പിടിക്കാറില്ലേ? ഞാൻ പിടിക്കാറുണ്ട്. എന്താ അറിയോ, ആ കുട്ടി അപ്പം അയ്യപ്പനാണ്. അപ്പോൾ ആ മാല ധരിച്ച് മാലയും വെച്ച് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ കാല് പിടിക്കുന്നതിൻ്റെ അർത്ഥം അയ്യപ്പൻ്റെ കാല് പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം, എന്നോട് ചുമ്മാ പറയല്ല. അപ്പോൾ ഇപ്പം അമ്മ എന്നെ ഗുരുവായിട്ടൊന്ന് കരുത്. അപ്പം ഞാൻ പറഞ്ഞുതരാം അമ്മ എന്നാടെ കരഞ്ഞതിനെ പറ്റി.
നോക്കൂ ബാലികേ, ദക്ഷിണ വേണോ ഗുരുവേ? അത് കഴിഞ്ഞിട്ട് തരേണ്ടി വരും. വലുത് കഴിഞ്ഞിട്ട് ദക്ഷിണ തരില്ല. അതെ, വെറ്റിലേര് വെച്ചിട്ടുള്ളൊന്നും വേണ്ട. നിങ്ങളൊരു എന്തെങ്കിലും ഒരു കടലാസിലോ സഞ്ചിയിലോ പൊതിഞ്ഞ് തന്നാൽ മതി. ദക്ഷിണയോ? വെറ്റിലേര് നിങ്ങൾ മാക്സിമം 101 501 അല്ലേ തരില്ലോ. 1000 നോട്ട് പെല്ലേരി. നിനക്ക് ദക്ഷിണ ഞാനൊരു സെഞ്ചിയിൽ അല്ല, എന്റെ പേര് ഞാൻ മാറ്റി ദക്ഷിണമൂർത്തി എന്നാക്കി. മനസ്സിലായില്ലേ? എല്ലാരും കേട്ടോ, ദക്ഷിണമൂർത്തി. അത് വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ ആ ദക്ഷിണയല്ല, ഇത് ദക്ഷിണയല്ലേ നമുക്ക് കിട്ടുന്നത്. അതിന്റെ മൂർത്തിയായിട്ട് മാറാന്ന് വിചാരിച്ചു. അല്ല, അതിന്റെ മൂർത്തി തന്നെയാണ് മനുഷ്യർ മിക്കവാറും കേട്ടോ. മനസ്സിലായില്ലേ? ഇപ്പൊ അമ്മ ഒരു സ്ഥലത്ത് പോവാണ്, അമ്മക്ക് 2000 നോട്ട് തന്നിട്ട് ഇത് പിടിച്ചോട്ടോ ഞങ്ങളുടെ സന്തോഷത്തിന് വന്ന് തന്ന അമ്മ അത് കൈ പിടിച്ചിട്ട് വരും. അതിന്റെ പകരം ഒരു കല്ലിൽ പെയിന്റ് അടിച്ച് തന്ന കൈ പിടിച്ചിട്ട് വരുമോ? ഇല്ല. അത് എന്തിനാ പിടിക്കേണ്ടി വന്നിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് വരും, അല്ലെങ്കിൽ കളഞ്ഞിട്ട് വരും. അത് ഗിഫ്റ്റാണ് വന്നിട്ട് അമ്മയൊന്നും സൂക്ഷിച്ചു വെക്കില്ല. എന്നാലും ദ്രോഹികളെ തന്നവര് കല്ലായി പോയില്ലേ എന്ന് പറയും. പറയില്ലേ? ഇപ്പൊ അമ്മേനൊരു ഷോള് പുറപ്പിച്ചു. കേക്കൂ, അമ്മേനൊരു ഷോള് പുറപ്പിച്ചു. ഒരു മര്യാദ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോണില്ല. അമ്മ ശരിക്കല്ലേ അങ്ങനെ ഉണ്ടായിന്ന് വിചാരിച്ചോളൂ. അതിനെ അമ്മ സൂക്ഷിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അലമാരയിൽ കൊണ്ടുവന്ന് വെക്കും. കാരണം ഇത് എനിക്കൊരാട് നൽകിയതാണ്, ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്തു വന്നിട്ട് അമ്മ അത് എടുത്തു വെക്കും. അതിന്റെ പകരം ഒരു ചാക്കിനെ ക്ലീനായിട്ട് കഴുകിയിട്ട് സെന്റ് അടിച്ച് കൊണ്ടുവന്ന് വിരിച്ചു വെച്ചാൽ അമ്മ എന്ത് ചെയ്യും? വഴക്കൂടില്ലേ അവരായിട്ട്? അല്ല, പറയൂ, വഴക്കൂടില്ലേ? അപ്പൊ തരുന്ന രീതിയിലും മേടിക്കുന്ന രീതിയിലും അതിൻ്റെ ഒരു ബഹുമാനം വിലയൊക്കെ ഉണ്ടമ്മ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഗുരുജി പറയണ വാക്കുകൾ കേൾക്കൂ ബാലികേ. എന്ത് നമ്മ ഗുരുക്കൾക്ക് 65 വയസ്സായാലും 70 വയസ്സായാലും എത്ര 100 വയസ്സിൻ്റെ അടുത്തായ ആൾക്കാരും ബാലികയെ കുഞ്ഞെന്നൊക്കെ തന്നെ വിളിക്കുള്ളൂ. കാരണം നമ്മൾ ദൈവതുല്യരാണല്ലോ, നമ്മൾ അങ്ങനെ വിളിക്കുള്ളൂ എല്ലാവരും. മനസ്സിലായില്ലേ? അപ്പൊ ബാലിക എങ്ങോട്ടൊന്ന് നോക്കൂ. ബാലകൻ അവിടെ പോയി. ബാലകന് 10 വയസ്സായോ? അത് പോട്ടെ. കേൾക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറയുന്നത്? ഇത് ഈ വെള്ളം ഒന്ന് വെട്ടിയാൽ കഴിഞ്ഞു. നമ്മള് മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അടച്ചു വെക്കും. അപ്പൊ പിന്നെ വേവണ വരെ കാക്കണ്ടല്ലോ. എന്താ എന്ന ഗുരുയുടെ ഒരു പാഠം കേട്ട് നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്നത്, എന്തിനാണ് ബാലികയെ അവരോട് വൈരാഗ്യം, ഇവരോട് വൈരാഗ്യം, അവരുടെ ജീവിതം എത്തി നോക്കുക, ഇവന്റെ ജീവിതം എത്തി നോക്കുക, മനുഷ്യജന്മങ്ങൾ ചെയ്യുന്നതെന്ന് അറിയോ? വിവരമില്ലാത്തത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിനോട് ദിവസം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആദ്യം നമ്മളോട് നുണയാണ് പറയുക. ആ നുണ സത്യമാണോ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ? കുറച്ച് സമയം കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണോ? ആദ്യം നമ്മുടെ ചിന്തയിൽ വരുന്നൊരു ചിന്തനയുണ്ടല്ലോ, ആ ചിന്തന സത്യം പറയുകയാണെങ്കിൽ ഒരു നുണയായിരിക്കും വരിക. ഒരു പൊട്ട ചെയ്യാനായിരിക്കും ആദ്യം പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം, ഇത് ചെയ്താൽ ശരിയാവോ? അതല്ലല്ലോ അതിൻ്റെ ശരി, ഇങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് പറയണതാണ് സത്യം. മനസ്സിലായില്ലേ? സത്യം പതുക്കെ വരില്ലു. മനസ്സിലായില്ലേ? മെല്ലെ കയറി വരുന്നു. അപ്പം നമ്മുടെ ദിനനിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്ത് ഇതിൽ ചെറിയുള്ളി ഒരു ഇത്തിരി വറവിടാൻ മാറ്റി വയ്ക്കാം. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൽ 2 പച്ചമുളകും കൂടി കൂട്ടി ചതച്ചതാണ്. മറന്നുപോയി, അത് സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. 2 പച്ചമുളകും 1 അരല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നീ എന്റെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണല്ലേ? ഇവിടെ അല്ല, ഒരു ചെറിയ പച്ചമുളക് ഇടാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, അത് നമുക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് ചെറുപ്പത്തിലെ കാര്യം തന്നെ ഓർമ്മ തന്നെ. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ ഓർമ്മ വരാണ്ടിരിക്കും അമ്മ. അതാണല്ലോ. ഇനി ഇതാ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ? നമ്മുടെ മനസ്സിനോട് തന്നെ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള സമയം ദൈവം നമുക്ക് തന്നിട്ടില്ല. അപ്പോഴാണോ ബാലികയെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണു, അവർക്ക് എന്ത് വന്നിട്ട് ഇവിടെ കുമ്പ് കൊള്ളുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം അങ്ങോട്ട് അവസാനിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ 1.5 സ്പൂണ് മല്ലിപ്പൊടി ഈ ചിക്കനിലുള്ളതാണ് കേട്ടോ. ആയിക്കോട്ടെ. 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഇതിന് കുറച്ച് കൂടുതലുണ്ട്. അതെന്താ ഈ ചിക്കനിലുള്ളതാണെന്ന് പറഞ്ഞു? ഈ ചിക്കനിലല്ലേ മുളക് പൊടി 1 സ്പൂൺ വന്ന് 2 പ്രാവശ്യം ഇട്ടു. അത് 2 സ്പൂൺ അല്ല, പകുതിയായിരുന്നു. അതുകൊണ്ടാണ് സ്പൂൺ പകുതിയായിരുന്നോ? അതുകൊണ്ടാണ് ആ സ്പൂൺ പകുതിയായിരുന്നോ? പകുതിയായിരുന്നു, സ്പൂണല്ല. സ്പൂണിൽ ഫുൾ എടുത്തില്ല. അങ്ങനെ അപ്പം ഇതിങ്ങനെ ഇളക്കി നമ്മളെ കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ ഓരോന്നങ്ങനെ പറഞ്ഞിട്ട്. നീ ശ്രദ്ധിച്ചോ, ഞാൻ എന്തായാലും വിട്ടുപോയാൽ നീ പറയാം. പിന്നെതാ ഈ
കുരുമുളക്, ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇതിൽ ഇട്ടു. ഇനി നമുക്ക് ഇതിൽ വേവാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പറയാം. വെള്ളം ഒഴിക്കട്ടെ ആദ്യം. വെള്ളം ഒഴിച്ചെന്ന് പറയുമ്പോഴേക്കും നീ എന്താ ഇങ്ങനെയൊക്കെ പറയണം? വെള്ളം ഒഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാണ്. ആ സ്പൂണിലുള്ള മസാലയൊക്കെ അതിലേക്ക് അതെ അത് ശരിയാണ്. അതമ്മ ഒരിക്കലും ചെയ്യത്തില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പാടില്ല. അതൊക്കെ മലയാളത്തിൽ അങ്ങനെ പുതിയ വേർഡ്സ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മലയാളം വേണ്ട. പിന്നെ മലയാളം എത്ര നന്നായിട്ട് പറയുന്ന ഒരാള്. നമുക്കിത് കുക്കറിനട വേവാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ ഇത് വെന്തോട്ടെ. ഇത് വെന്ത് കഴിഞ്ഞിട്ടാവാൻ ബാക്കി സംസാരം. അപ്പോൾ ഇത് എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്തായി? ഇത് വെന്തു. എന്തായെന്നൊക്കെ നോക്കാൻ അമ്മക്ക് പാചകം അറിയില്ലേ? അതല്ല, വെന്തു. നാടൻ കോഴിയല്ലേ, മറ്റേ കോഴിയുടെ ആണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും. വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം, എന്താ മനുഷ്യന്റെ വറുത്തരച്ച നാളികേരം, പെരിഞ്ചീരകം, നാളികേരം കൂടി വറുത്തരച്ചത്. അപ്പൊ അമ്മക്കൊരു സംശയം വരുമല്ലോ. അരപ്പ് വെള്ളമാണ് കേട്ടോ, നാളികേരം അരച്ച വെള്ളമാണ്. പിന്നെ ഇതിലുള്ള കുറച്ച് നാളികേരമൊക്കെ അങ്ങനെ കളയാൻ പറ്റുമോ? ഇതൊക്കെ നിൽക്കാണ്ട് കൂട്ടാം. എന്നിട്ട് കൈയൊന്നും ഏത് കൈ? സ്റ്റവ് എത്തിക്കട്ടെ. അപ്പോൾ കണ്ട കറി മസാലയൊക്കെ അങ്ങോട്ട് മിക്സായി. ഇപ്പൊ അമ്മക്ക് ഒരു സംശയം എന്നോട് ചോദിക്കാണ്ടാവും. അല്ലടാ മോനെ, ഏത് മഹർഷി ഏത് സ്വാമിജിയുടെ ഈ ഇറച്ചി വെക്കുന്ന സ്ഥലത്ത് വരികയാണല്ലേ? ഒരു ചോദ്യം അമ്മക്ക് സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഇതിന് നിങ്ങൾക്ക് ചാറ് എത്ര ആവശ്യമുണ്ടോ അത്ര വെള്ളമൊക്കെ ഒഴിക്കാം. ഞാനിപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ചാറാക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ഈ പച്ചമുളക് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഞാൻ പതിവായി പറയും പോലെ കറിവേപ്പില ഇട്ടു. ഓക്കെ, ഇനി അടച്ചു വയ്ക്കാം. ഒന്ന് ചൂട് കയറി നിന്റെ കഴിഞ്ഞ് പിന്നെ വറവിടൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ശരിക്കും ലോക്ക് ചെയ്യണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പം അമ്മ ചോദിക്കും, അല്ലടാ മോനെ ഏത് ചോദിക്കൂ? എനിക്കറിയാം, ചോദിക്കുന്നറിയാം. എനിക്കറിയാമല്ലോ അമ്മ എത്രത്തോളം ചോദിക്കുന്നത്. ഏത് സ്വാമിജിയാണ് ഈ ഇറച്ചി വെക്കിനോട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇറച്ചിരിക്കട്ടെ നോക്കി വെള്ളമിറക്കിയോളൂ ഞമ്മള് പറയാ. നിങ്ങളങ്ങോട്ട് ശരിക്ക് കേട്ടോളി കേട്ടോ. ഞങ്ങൾ പറയണ നിങ്ങളുടെ ഉസ്താദാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ നിമിഷം സ്വാമിയാവും. മനസ്സിലായില്ലേ? ഇനി അടുത്ത കുടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പള്ളിയിൽ വെച്ചതാവും എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം കേട്ടു നോക്കി. ആരാണ് പണ്ഡിതൻ? എല്ലാ മതത്തിനെയും ഗ്രഹിച്ചവനാണ് പണ്ഡിതൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഷയിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ നിക്കിലൊക്കെ ഞങ്ങളുടെ മുമ്പത്ത് നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ നമ്മളായി മാറുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം. മനസ്സിലായ എനിക്ക്? അപ്പോൾ ഇത്ര നേരം ഞാൻ സംസാരിച്ചത് ഇതുപോലെയാണല്ലോ സംസാരിച്ചത്. ഇതുപോലെ സംസാരിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ നിങ്ങളായതുകൊണ്ടാണ്. നമ്മളുടെ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമ്മളുടെ രീതിയിൽ നമ്മൾ സംസാരിക്കും. അല്ലാണ്ട് പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ച്? അല്ലാണ്ട് നിങ്ങളിതൊക്കെ സംസാരിക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ പറയില്ലേ നമ്മുടെ മതത്തിനെ പോലെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ നമ്മളത് കേൾക്കണ്ടാച്ചിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് വിവരമുണ്ട്, ബോധമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ആരാന്നും വെളിപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബേസത്തിലല്ല കുഞ്ഞെ. നിങ്ങളൊരു കാര്യം കേക്ക്. മനുഷ്യന്റെ ബേസം കണ്ടിട്ട് ആരാന്ന് കണ്ടുപിടിക്കാൻ പാടില്ല. നിങ്ങൾ എന്താ ബേസത്തിൽ കണ്ടുപിടിക്കണത്? ബേസൊക്കെ മനുഷ്യന്മാര് പിന്നെ ഉണ്ടാക്കിയതല്ലേന്ന്. എന്താ നിങ്ങളെ നമ്മുടെ എന്താ പിടിക്കുക? എന്താ ഇങ്ങനെ പറയണത്? ഈ ബേസം നിങ്ങളുടെ തലേന്റെ മുകളിൽ ഒരു തട്ടിട്ടാ നിങ്ങളുടെ താത്തയായി. മനസ്സിലായില്ലേ? ഒരു പൊട്ടിട്ടാ നിങ്ങളുടെ അമ്മയായി, അല്ലെങ്കിൽ ചേച്ചിയായി. അല്ലാണ്ട് ഇപ്പൊ എന്താ വലിയ കാര്യമുള്ളത്? അല്ലാണ്ട് നിങ്ങൾ വെറുതെ കടന്നിട്ട് ജാതി ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ രണ്ട് കൈയൊന്ന് തൊഴുക. നിങ്ങളുടെ പടച്ചോണ്ടല്ലോ ഗുരുവായൂരപ്പൻ, മൂപ്പരെ കണ്ടിട്ടൊന്ന് തൊഴുക. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഇങ്ങനെ തൊഴുതു. ഇതല്ല നിങ്ങളുടെ തൊഴുകല്. ഇപ്പൊ നമ്മളിപ്പോ പള്ളി പോയിട്ട് നമ്മുടെ പടച്ചോനെ വിളിക്കില്ലേ? അതെങ്ങനെയാണ് രണ്ട് കൈയും കാണിക്കങ്ങള്? രണ്ട് കൈ നമ്മളിങ്ങനെ വെക്കുമല്ലോ. ഇപ്പൊ നമ്മള് കാണിച്ച മൊബൈൽ നിലത്ത് വീഴുമല്ലോ. ഇങ്ങനെ കാണിച്ചു. അതിലൊന്ന് ചേർത്ത് വെക്കും. രണ്ട് കൈയിലും ചേർത്ത് വെക്കും. ചേർത്തിട്ട് മേപ്പിട്ട് പിടിക്കും.
ഇത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതാണ് മനുഷ്യ നിങ്ങളുടെ ജാതി ജാതി എന്ന് പറയുന്നത്. പിന്നെ ഈ സംസാരത്തിൻ്റെ ശൈലി, നിങ്ങളുടെ കോഴിക്കോടുള്ള സംസാരമാണ് പാലക്കാടുള്ളത്. എന്തൊക്കെ നമുക്ക് അറിയാതെ ഇപ്പൊ നിങ്ങൾ അത് ചോദിക്കാൻ നിൽക്കണ്ട. പാലക്കാടുള്ള സംസാരമാണോ തൃശ്ശൂരുള്ളത്? തൃശ്ശൂരുള്ള സംസാരമാണോ മലപ്പുറത്തുള്ളത്? അല്ല. അങ്ങനെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ വസ്ത്രത്തിൽ വ്യത്യാസം ഉണ്ടാവും. മനുഷ്യൻ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് 3 കാലും, നമ്മുടെ ജാതിയിലുള്ളവർക്ക് 4 കാലം 3 കാലം ഒന്നല്ലല്ലോ. 5 കാലുള്ള ആൾക്കാരുണ്ടോ? അപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ 2 കാല് 2 കൈ 2 കണ്ണൊക്കെ തന്നെ ഉള്ളൂ. മനുഷ്യന്മാർ വെറുതെ ഒരു പ്രാർത്ഥിക്കാൻ എന്താ പറയുക, നിങ്ങളുടെ ഇംഗ്ലീഷുകാരെന്താ പറയുക, ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് മതം ജാതി. അതിന് നിങ്ങളെ പോലെ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ കൂടിയിട്ട് ബൊട്ട് കെത്തിക്കൊണ്ട് ബൊട്ട് കെട്ടി ചത്തിട്ട് ജാതി ജാതി എന്ന് വെറുതെ പറയുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ ദുനിയാവിൽ ഒന്നല്ലോ, ഒരു ആണിൻ്റെ ജാതി ഒരു പെണ്ണിൻ്റെ ജാതി, പിന്നെ പണക്കാരൻ്റെ ജാതി പണം ഇല്ലാത്തവൻ്റെ ജാതി. അത് പിന്നെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയതാണ്. മനസ്സിലായി? എന്ന് വെച്ചാൽ മനുഷ്യൻ അങ്ങനെ പറയുമ്പോലും അങ്ങനെ അല്ലാന്ന്. എൻ്റെ മുമ്പത്തെ ആകെ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് നിങ്ങളല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് റോട്ടർ ആക്കിയിട്ട് പറയാൻ പറ്റുമോ? നമ്മൾ പറയണ നിങ്ങളൊന്ന് കേക്ക്. നിങ്ങളുടെ കുടിയിലാണല്ലോ നമ്മൾ നിൽക്കണത്. കുടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ വീട്, അവിടെയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ബൈക്ക് കൂടെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എന്താന്ന് ഉമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാ ചിക്കൻ വറുക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്നെന്ന്? അപ്പൊ എന്താണ് ഭക്ഷണം എന്നുള്ളവരൊന്നും നിങ്ങൾ ഉസ്താദുമാരും സ്വാമിമാരൊന്നും കണ്ടുപിടിക്കരുത്. ഇനിയിപ്പോ നമ്മുടെ ഭാഷയിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്താണ് മനുഷ്യ ജീവിതം എന്ന് നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ, അത് പിന്നെ ഉസ്താദായില്ലേ? അതൊക്കെ നമ്മൾ തന്നെയാണ്. പല പല അവതാരങ്ങൾ ഇങ്ങനെ മുമ്പത്തെ അങ്ങോട്ട് വന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ കോഴിയില്ലേ, ഈ കോഴി കടയിൽ മുണ്ടാണ്ട് TV നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ കടയിൽ ഒരു TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. TV ഓൺ ചെയ്യുമ്പോൾ കോഴിക്ക് 2 കണ്ണുള്ളത് കണ്ടിട്ടില്ല? അപ്പോൾ ആ TV നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അവിടെ കാലൻ്റെ ദൂതനായിട്ട് ഞാൻ പോകുന്ന ആ കോഴി അറിഞ്ഞോ? എന്നാലും അവിടെ വെട്ടുകത്തി പിടിച്ചാണ്ട് തന്നെ വെട്ടിയിട്ട് എൻ്റെ സഞ്ചിയിലാക്കി താന്ന് പറയുന്നത് അറിഞ്ഞോ? എത്ര പെട്ടെന്നാണ് ആ TV നോക്കിക്കൊണ്ടിരുന്ന കോഴി തുറക്കൂ, ഇതാ കറിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ ജീവിതം. മനസ്സിലായില്ലേ? വെറുതെ ഭാഷ പിടിച്ചിട്ട് നശിപ്പിക്കാണ്ട് ജീവിതമായിട്ട് ഉള്ള സമയം സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് കഴിയട്ടെ പടച്ചോനെ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിനേക്കാളും മുമ്പ് ഈശ്വര കർത്താവ് എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ പിടിക്കാൻ മറക്കരുത്. നമ്മുടെ ഉള്ളൊരു ഉസ്താദും നമ്മുടെ ഉള്ളിലുള്ള എന്താ നിങ്ങളുടെ ജാതിയിലെ പുരോഹിതനൊക്കെ ഒരുമിച്ച് കയറി വരികയാണ് കളി. അപ്പൊ ഈ കോഴിന്റെ ഇറച്ചിന്റെ ഒപ്പം പത്രി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് എല്ലൊക്കെ ഉണ്ടാവും, എന്നാൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇറച്ചി ഇത്തിരി കുറവായിരിക്കും, പക്ഷെ അതിന്റെ കറിക്ക് നല്ല കറി വെച്ചാൽ നല്ല സൂപ്പർ ആയിട്ട് കറി കൂട്ടാൻ നല്ല സ്വാദാണ്. ഇതിന്റെ ഒപ്പം നമ്മുടെ പത്രി നിങ്ങളുടെ ചോറും കൂട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് എല്ലാ പുട്ടും നല്ലതായിരിക്കും. എന്തിന് വേറെ പുട്ടുണ്ടല്ലോ അത് നല്ലതാണ്. എൻ്റെ അച്ഛന് ഇത് നാടൻ കോഴിയാണെങ്കിൽ പുട്ടാണ് ഇഷ്ടം. അപ്പൊ യഥാർത്ഥത്തില് എൻ്റെ അച്ഛന് എനിക്ക് ദോശയാണ് ഇഷ്ടം. എൻ്റെ അച്ഛന് ഇതിൻ്റെ ഒപ്പം ചോറല്ലാത്ത എന്തും ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിലോ ഭൂലോകത്ത് എന്ത് കിട്ടിയാലോ അതിൻ്റെ ഒപ്പം എല്ലാം ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടോ ഈ അമ്മ മത്തങ്ങയുടെ ഒപ്പം കൂടി പുട്ട് കഴിക്കുന്ന ആളാണ്. അമ്മക്കൊരു ഇഷ്ടം കണ്ടു. അങ്ങനെ ചോദിക്കുന്നത് വല്ലാത്ത ചതിയാണല്ലോ. എല്ലാവരും ഉന്നയിക്കാൻ വന്നോട്ടോ. നാടൻ കോഴി കുട്ടി ഞാൻ പപ്പടം കാച്ചി ഒരു പയറ് തോരൻ വെക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം മുളക് വറുത്തതും ഉണ്ടാവും. മുളക് വറുത്തതുണ്ടാവും. മുളക് വറുത്ത് ഇപ്പൊ അതൊരു ശീലമായി മാറി. എന്താ പറയുക മുളക് വറുത്തെന്ന് പറയുന്നത്? നമ്മുടെ നീള പച്ചമുളക് കിട്ടില്ലേ, ആ പച്ചമുളക് നടുവിൽ ഒന്ന് കയറി അതിന് ഉപ്പൊക്കെ ഉള്ളിൽ നിറച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞങ്ങൾ വറുത്തെടുക്കും. നല്ല ടേസ്റ്റാ ചോറുണ്ടാ. അത് എന്തിന്റെ കൂടെ ആണെങ്കിലും അത് വേണമെന്നൊരു നിർബന്ധമായിരുന്നു. അപ്പൊ എല്ലാവരും വരൂട്ടോ. ബൈ.